ഓക്കെ. അപ്പൊ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് നമ്മളെ പോലെ കണ്ണും മൂക്കും നാക്കും വായും ഇതൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്. അതെ, ഒരു മനുഷ്യനാണ്. കാരണം അതിനകത്ത് മോശയ്ക്ക് കാട്ടിക്കൊടുത്തിട്ട് പറയുന്നുണ്ടല്ലോ, നീ ഞാൻ കടന്നു പോയി കഴിയുമ്പോൾ. അല്ല, മോശയുടെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഇതാണെന്നുള്ള ഉറപ്പിച്ചല്ലോ അല്ലേ? പക്ഷെ ദൈവം ആദ്യം സൃഷ്ടിക്കുമ്പോ ഈ ആദത്തെ മാത്രമല്ലേ സൃഷ്ടിച്ചുള്ളൂ, ഹവ്വാനെ സൃഷ്ടിച്ചില്ലല്ലോ. ആദത്തിന്റെ വാരിയിൽ നിന്നെടുത്തല്ലേ ഹവ്വാനെ സൃഷ്ടിക്കുന്നത്? അതിനു മുമ്പ് ജോഡിയായിട്ടാണല്ലോ ദൈവവനത്തെ എഴുതിയിട്ട്, ഞാൻ എല്ലാം ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ല, അതെല്ലാം ജോഡികളായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ടല്ലോ ആദം ഏകനായിരിക്കുന്നത് നന്നല്ല. അതാ ഞാൻ പറഞ്ഞേ, ആദത്തോടൊപ്പം തന്നെ ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. അവളെവിടെയായിരുന്നു? അവള് ആദത്തോട് കൂടെ ഉണ്ടായിരുന്നു. അവളുടെ പേരെന്തായിരുന്നു? ലില്ലിത്ത്. ഓ, അത് ഹവ്വയല്ല. അപ്പൊ അത് ഹവ്വയല്ല, ലില്ലിത്തായിരുന്നു. ലില്ലിത്ത്. അത് കഴിഞ്ഞ് ആദത്തിന് ലില്ലിത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് കീഴ്പ്പെട്ടില്ല, ആദത്തിന് കീഴ്പ്പെട്ടില്ല. കാരണം രണ്ടുപേരെ ഒരേപോലെ സൃഷ്ടിച്ചു, അതുകൊണ്ട് രണ്ടുപേർക്കും തുല്യ അവകാശമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആദത്തിൽ നിന്ന് ദൈവത്തിന് തെറ്റുപറ്റിയപ്പോ സൃഷ്ടിച്ച ദൈവത്തിന് മിസ്സിംഗ് പറ്റി. മിസ്സിംഗ് പറ്റി എന്ന് പറയാൻ പറ്റില്ല, കാരണം ദൈവത്തിന് ഇതറിയാം. അല്ലെങ്കിൽ ആദം അല്ല, ദൈവം അല്ലെങ്കിൽ ലില്ലിത്തിനെ സൃഷ്ടിക്കില്ലല്ലോ അങ്ങനെ. ദൈവം അങ്ങനെ സൃഷ്ടിച്ചു, അതിൽ ദൈവം അനുദപിച്ചു എന്നല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിൽ അനുദപിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. കാരണം ദൈവം ലില്ലിത്തിനെ സൃഷ്ടിച്ചപ്പോ ദൈവത്തിന് ഈ കാര്യം അറിയില്ലായിരുന്നു, കാരണം ലില്ലിത്ത് ഇങ്ങനെ ആവും എന്നുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ ദൈവം ഇത് സൃഷ്ടിച്ചതും. ദൈവം അതിന്റെ ബാക്കി ലില്ലിത്തിന് എന്ത് ചെയ്തു? ലില്ലിത്ത് ഓടിപ്പോയി, മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ലില്ലിത്തിന് മരണം സംഭവിച്ചിട്ടില്ല, ദൈവത്തിന് നിന്നുള്ള ശാപം ലില്ലിത്തിന് വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പഴം പറിച്ച് തിന്നത് ആദവും ഹവ്വയെ തിന്നിട്ടുള്ളൂ, ലില്ലിത്ത് കഴിച്ചോ? ലില്ലിത്തിനെ കുറിച്ച് പറയുന്നത് എവിടെയാ, ഏത് വാക്യമായിരുന്നു? ലില്ലിത്തിനെ സൃഷ്ടിച്ചത് ഇതിന്റെ അത് തന്നെ പറയുന്നുണ്ടല്ലോ, മൂന്നാമത്തെ ദിവസം ആണല്ലോ. അല്ല, സൃഷ്ടിയുടെ അത് തന്നെ അതിൽ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് മൂന്നാം ദിവസം രണ്ടാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇത് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ. എന്റെ ചോദ്യം ഇതാണ്, ഒന്നാം അധ്യായത്തില് ലില്ലിത്തിനെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതിനെന്താണ് തെളിവുള്ളത്? തെളിവുകൊണ്ട് അതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ട് അവരെ സൃഷ്ടിച്ചു. അപ്പൊ അതിന്റെ അകത്ത് കൂടെ ഉള്ളത് ലില്ലിത്താണെന്ന് നമ്മൾ എങ്ങനെ പറയും? അത് ലില്ലിത്താണ് എന്നെങ്ങനെ മനസ്സിലാക്കും? അത് ഏശയ്യായുടെ പുസ്തകത്തിലുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ ഉണ്ട്. വാക്യം പറയൂ. അത് ഞാൻ ഇതില് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് വാചനം ഏതാണ്. പക്ഷെ അല്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇംഗ്ലീഷിനെ കുറിച്ച് എനിക്ക് വലിയ കൂടുതൽ അറിവ്. മലയാളം പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് ഞാൻ എടുത്ത് വായിച്ചു തരാം. മലയാളം പ്രത്യേകം വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് എടുത്ത് വായിക്കാം. ഇത് ശരിക്കും ഏശയ്യായുടെ പുസ്തകത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതിനകത്താണ് ഉള്ളത്. അത് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സംഭവം പറയുന്നതാണോ? അത് വേറെ, അത് മറ്റേ സൂര്യനെ ആക്കിയ ഒരു സ്ത്രീ. വെളിപ്പാട് 12 പറയുന്നത് അതാണോ? അത് പരിശുദ്ധ അമ്മയെ കുറിച്ച് തന്നെയല്ലേ? അല്ല, അല്ല, അത് പിന്നെ ആരാ? ഇസ്രായേലിനെ കുറിച്ചാ പറയുന്നത്. ഏത് ഇസ്രായേലിന്? അപ്പൊ ഒരു കുഞ്ഞ് ഇസ്രായേലിന്റെ സന്താനം. ഞാൻ ചോദിക്കട്ടെ, ഈ വേളാങ്കണ്ണി പള്ളി പോയിട്ടുണ്ടോ? അല്ല, അതവിടെ നിൽക്കട്ടെ, ഇതെനിക്കൊന്ന് ക്ലിയർ ചെയ്യും. നമ്മൾ ലില്ലിത്തിനെ ഒന്ന് കൺഫേം ചെയ്യേ. അപ്പൊ ലില്ലിത്തിന്റെ വാക്യം ബ്രദറിന് അറിയില്ല, യശയ്യാ പ്രവചനത്തിന്റെ വാക്യം ബ്രദറിന് അറിയില്ല. എനിക്ക് ആ കറക്റ്റ് വചനം ഞങ്ങൾക്ക് ഓർമ്മയില്ല. ശരി, അപ്പോ ഈ ലില്ലിത്തിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം ഓടിച്ചു വിട്ടോ, അല്ലെങ്കിൽ ലില്ലിത്ത് ഓടിപ്പോയോ? ലില്ലിത്ത് ഓടിപ്പോയതാണല്ലോ. ആദത്തിന് കൂടെ ഒരു സ്ത്രീയാണ് സൃഷ്ടിച്ചത്, ആ സ്ത്രീ ലില്ലിത്താണ്. ലില്ലിത്ത് എന്ത് ചെയ്തു? അവൾ ഓടിപ്പോയി. ലില്ലിത്താണ് ആദ്യത്തെ ഫെമിനിസ്റ്റ്. കാരണം പുരുഷന്റെ ആധിപത്യം സഹിക്കാൻ പറ്റാതെ അവൾ എന്ത് ചെയ്തു? പുരുഷനെ അംഗീകരിക്കാൻ കഴിയാതെ, പുരുഷന് വിധേയപ്പെടാതെ ലില്ലിത്ത് ആദത്തെ തള്ളിക്കളഞ്ഞ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഇതൊക്കെ ഒരു കഥയായിട്ടാണ് സത്യത്തിൽ ഉള്ളത്. ഇനി അദ്ദേഹം അത് പറഞ്ഞു വെക്കുമ്പോൾ
ഞാൻ പലപ്പോഴും തെളിവ് ചോദിച്ചു. തെളിവ് യാതൊരു വിധത്തിലും തന്നില്ല. എനിക്കറിയാം അത് ഏത് വാക്യത്തിൽ നിന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പഠനമുണ്ടെങ്കിൽ പറയട്ടെ എന്ന് കരുതി പല പ്രാവശ്യം ഞാൻ തെളിവ് ചോദിച്ചു. തെളിവ് തന്നില്ല. കത്തോലിക്ക സഭ വിശ്വാസത്തിലിരിക്കുന്ന ഈ ഒരു വ്യക്തികൾ എങ്ങനെയാണ് ഇത്തരം അബദ്ധ സിദ്ധാന്തങ്ങളിലേക്ക് പോകുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ പ്ലാംപ്ലാനി പിതാവ് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കേട്ടു. ആ വീഡിയോ ഞാൻ കുറച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, കാണുന്നില്ല ഏത് വീഡിയോ അല്ല, കാരണം കുറേ വലിയ ആശയങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ എപ്പോഴോ പറഞ്ഞു പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ചില വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞതാണ്, ഒരു ഹവ്വയല്ല അല്ലെങ്കിൽ ഒരു ആദമല്ല, പല ഹവ്വമാരുണ്ടായിരുന്നു എന്നാണ് സഭയിലെ പലരും വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചു. വേറെ തെളിവൊന്നും പറഞ്ഞില്ല. പല ഹവ്വമാരുണ്ടാകും. ചോദ്യം ഇതായിരുന്നു, കായേന് ഭാര്യയെ എവിടെ നിന്ന് കിട്ടി എന്ന് യുവ വിദ്യാർത്ഥികൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹവ്വയല്ല, പല ഹവ്വമാരുണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു വീഡിയോ ഞാൻ പണ്ട് കേട്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു വിശ്വാസം ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അങ്ങനെ ചില പഠനങ്ങൾ, ചില രീതികൾ ഇതിൻ്റെ അകത്തുണ്ട്. പരസ്യമായി ക്ലാസ്സുകളിലൊന്നും പറയുന്നില്ലെങ്കിലും ഇവരുടെ സെമിനാറുകളിലും തിയോളജികളിലും പലപ്പോഴും നമ്മുടെ പുരോഹിതൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട് എന്ന് പേഴ്സണലി നമ്മൾ പല അച്ഛന്മാരോടും സംസാരിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെ ഇതൊരു ചരിത്രപരമായിട്ടോ ഇതൊരു ദൈവശാസനീയമായിട്ടോ അവർ കാണുന്നില്ല. ഇത് വെറും ഒരു കഥയായിട്ടൊരു മിത്തോളജിക്കൽ മിത്തായിട്ടാണ് പലപ്പോഴും കാണുന്നത്. POC ബൈബിളിൻ്റെ തന്നെ അടിയിൽ നമുക്കത് കാണാൻ സാധിക്കും. POC ബൈബിളിൻ്റെ ആമുഖത്തിൽ തന്നെ അത് വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ BC 19-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു എന്ന് പൊതുവെ കരുതപ്പെടുന്ന അബ്രഹാമിൻ്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാചരിത്രത്തിൻ്റെ ആരംഭം. അപ്പോൾ അബ്രഹാം തുടങ്ങിയാണ് ബൈബിളിൻ്റെ ആരംഭമായിട്ട് POC കാണുന്നുള്ളൂ. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രഹത്തെ വിളിക്കുന്നത് വരെ ദീർഘമായ കാലഘട്ടത്തിലെ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ചരിത്രമാണ് ആദ്യത്തെ 11 അധ്യായങ്ങൾ. ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങളില്ല. ആലങ്കാരിക ശൈലിയിൽ സമകാലീനർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതവും മനോഹരമായി ഒരു ഭാഗം രചിച്ചിരിക്കുന്നു. അതിനാൽ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളുമായി ഈ ഭാഗത്തെ തുലനം ചെയ്യാൻ സാധിക്കത്തില്ല. വിശുദ്ധ അഗസ്തീനോസൊക്കെ വളരെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകങ്ങളെക്കുറിച്ച് അതിൻ്റെ ഫിലോസഫിക്കലി, അതിൻ്റെ തിയോളജിക്കലി ആയിട്ടുള്ള അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദിമസഭാപിതാക്കന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുതിയ പഠനങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പ്ലാംപ്ലാനിയെ പോലെയുള്ള പിതാക്കന്മാരൊന്നും ഇത് കാര്യമായി ഗൗനിക്കുന്നില്ല. നമുക്കെപ്പോഴും ഇത്തരം പിതാക്കന്മാർ പറയുന്ന അബദ്ധ സിദ്ധാന്തങ്ങളെ തൊണ്ട തൊടാതെ തലകുനിച്ച് എന്ന് വിശ്വസിച്ച് അതങ്ങനെ തന്നെ സ്വീകരിക്കാനാണ് നമ്മൾക്ക് വിധി എന്നുള്ളത് കൊണ്ട് ഞാനിനി പിതാക്കന്മാർക്കെതിരെ പറയാൻ ഞാനിനി ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ലില്ലിത്തിനെ കുറിച്ച് നമ്മളത് പരിശോധിക്കുക. ഇത് ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു മിത്ത് മാത്രമാണ്, അല്ലാതെ ലില്ലിത്തിനെ കുറിച്ച് ബൈബിൾ യാതൊരുവിധ കാര്യവും പറയുന്നില്ല. ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ചില ജൂത പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ചില തൽമോദുകളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ തൽമോദുകളുടെ കാലഘട്ടം ഏതാണ്? എന്താണ് ഈ പാരമ്പര്യങ്ങളുടെ വിശ്വസനീയത? ഇന്ന് നമ്മളും കത്തോലിക്കലും പറയുന്നുണ്ട് നമ്മൾ പാരമ്പര്യങ്ങളിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പാരമ്പര്യങ്ങൾ എവിടെ നിന്നാണ് വന്നത്, എവിടെയാണ് ഈ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനം എന്നുകൂടെ നമ്മൾ പരിശോധിക്കണ്ടേ? ആൽഫബറ്റ് ഓഫ് സിറാച്ച് എന്ന പുസ്തകത്തിലാണ് ആദ്യമായി ഈ മിത്തോളജി അല്ലെങ്കിൽ ഈ ലില്ലിത്തിന്റെ കഥ ആദ്യമായി എഴുതപ്പെടുന്നത്. ഇതാകട്ടെ എഴുതപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് AD 700-കൾക്ക് ശേഷമാണ്. അപ്പോൾ AD 700-കൾക്ക് ശേഷം വന്ന ഒരു കഥയുടെ പിന്നാലെ പോകണമോ, അതിനേക്കാളൊക്കെ എത്രയോ പഴക്കമുള്ള പഴയ നിയമത്തിലെ ഈ കാര്യം നമ്മൾ വിശ്വസിക്കേണ്ടത് AD 700-കളിൽ വന്ന കഥയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ബൈബിളിൽ ഈ സംഭവം ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ആകെ കാണുന്നത് യെശയ്യാ പ്രവചനം അതിൻ്റെ 34-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ മാത്രമാണ് നമ്മൾ ആ ഒരു കാര്യം കാണുന്നത്. യെശയ്യാ പ്രവചനം 34-14 നമുക്കൊന്ന് വായിക്കാം. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും, കാട്ടാടുകൾ പരസ്പരം പോരിന് വിളിക്കും, രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമ സങ്കേതം കണ്ടെത്തും. ഇതാണ് നമ്മൾ കാണുന്ന ഏക ഒരു കാര്യം. ഇവിടെ ദുർമന്ത്രവാദിനി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം ബൈബിളിൻ്റെ ISV എന്ന് പറയുന്ന ഒരു വെർഷൻ ഉണ്ട്, അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെർഷൻ. ഈ ഒരു വെർഷനിൽ മാത്രം, മറ്റ് ആധികാരികമായ യാതൊരു വെർഷനിലും ഈ ഒരു വാക്ക് ലില്ലിത്ത് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആകെ നമ്മൾ കാണുന്നത് ISV ആണ്. നമുക്കതൊന്ന് വായിക്കാം. യെശയ്യാ 34:14. ആൻഡ് ഡെസേർട്ട് ക്രിയേച്ചേഴ്സ് വിൽ മീറ്റ് വിത്ത് ഹൈനസ് ആൻഡ് ഗോഡ് ഡെമോൺസ് വിൽ കോൾ ഔട്ട് ടു ഈച്ച് അതർ. There also Lilith
വിൽ. ഇവിടെ മാത്രമാണ്, അതായത് ആ ISV വെർഷനിൽ മാത്രമാണ് ലിലിത്ത് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ നോക്കുക, മറ്റേത് വെർഷനിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെർഷൻ ഒഴിച്ച് ഇപ്പം KJV ആകട്ടെ, NIV ആകട്ടെ, NLT ആകട്ടെ, ഇനി മറ്റ് സ്റ്റാൻഡേർഡ് വെർഷനുകളെല്ലാം ആധികാരികമായ എല്ലാ വെർഷനും നമ്മുടെ POC ബൈബിളിലും പോലും യാതൊരുവിധ ട്രാൻസ്ലേഷനിലും ഈ ഒരു വാക്ക് ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ AD 700-കൾക്ക് ശേഷം വന്ന ഈ ഒരു മിത്തോളജിക്കൽ കഥയ്ക്ക് പിന്നാലെ നമ്മൾ പോകണമോ അതെയോ ദൈവവചന സത്യത്തിലേക്ക് നമ്മൾ പോകണമോ എന്നാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത്. ഇനി ചില ബാബിലോണിയൻ തൽമോദുകളിൽ ഇങ്ങനെയുള്ള കഥകളുണ്ട് ലിലിത്തിനെ കുറിച്ച്. ഈ ബാബിലോണിയൻ തൽമോദുകളാകട്ടെ എഴുതപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് AD 300-കൾക്കും 600-കൾക്കും ഇടയിലാണ്. അപ്പോൾ വീണ്ടും ഈ തൽമോദുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിത്തോളജി കഥകളുടെ പിന്നാലെ പോകണമോ അത് വിശുദ്ധ ബൈബിൾ പറയുന്ന വ്യക്തമായ സത്യത്തിലേക്ക് നമ്മൾ പോകണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് വ്യക്തമായിട്ട് കണ്ടു. അതിനുശേഷം നാൽക്കാലികളുടെ ഈ ഭൂമിയിലെ സകലത്തിൻ്റെ മേൽ അതിന് അധികാരം കൊടുത്തു. ആ അധികാരം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. 27-ാം വാക്യം, അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഛായയിൽ അവനെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതല്ലാതെ അവരെ എന്ന് ഉപയോഗിച്ചിട്ടില്ല. അതായത് ആദത്തെയും ഹവ്വയെയും രണ്ട് വാക്കും ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. ഇനി ആദം എന്ന വാക്ക് നമ്മൾ ഹീബ്രുവിൽ പരിശോധിച്ചാൽ മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മാത്രമേ നമ്മൾ ബൈബിൾ നോക്കിയാൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി തൊട്ടടുത്ത വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അടുത്ത വാക്യമാണ് കാണുന്നത്, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ഛായയിൽ ആദത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത വാക്യമാണ് അവരെ സൃഷ്ടിച്ചു. അതിന്റെ എക്സ്പ്ലനേഷൻ വളരെ കൃത്യമായി രണ്ടാം അധ്യായത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമ്മൾ പരിശോധിച്ചാൽ, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അവിടെയും മനുഷ്യനെ, അവിടെ മനുഷ്യൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആദത്തെ സൃഷ്ടിച്ചു എന്നാണ്. അതായത് ആദം എന്ന് പറയുന്നത് മനുഷ്യൻ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പുരുഷനെ സൃഷ്ടിച്ചു, ആദത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മാത്രമേ നമ്മൾ ബൈബിൾ കാണുന്നുള്ളൂ. പിന്നീട് ഉൽപ്പത്തി തന്നെ വീണ്ടും വായിക്കുമ്പോൾ ആദം ഏകനായിരിക്കുന്നത് നന്നല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് അവന്റെ വാരിയലിൽ നിന്നും ഹവ്വയെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ കാണുന്ന കാര്യം അവിടെ പുരുഷനും സ്ത്രീയുമായി എന്ന് സൃഷ്ടിച്ചു എന്നുള്ളത് ഒരിക്കലും ആദത്തെ സൃഷ്ടിച്ചപ്പോൾ അവിടെ രണ്ടുപേരെ കാണുന്നില്ല, പകരം 2-ാം അധ്യായത്തിലാണ് ആ എക്സ്പ്ലനേഷൻ കിടക്കുന്നത് എന്നുള്ളത് ബൈബിൾ വായിക്കുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ ഇവരെങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? 2 മഹാദീപങ്ങൾ, ഒന്ന് മാതാവ്, മറ്റൊന്ന് ക്രിസ്തു. അതിനുശേഷം എന്ത് ചെയ്തു? 2 പേരെ സൃഷ്ടിച്ചു, ഒന്ന് ലിലിത്ത്, ഒന്ന് ആദം. അങ്ങനെ ലിലിത്ത് ആദ്യത്തെ ഫെമിനിസ്റ്റായിട്ട് ആദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, ദൈവത്തിൻ്റെ സൃഷ്ടി പരാജയമാണ്. കാരണം ദൈവം ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. ആ സ്ത്രീ ആകട്ടെ പുരുഷനെ വിശ്വസിക്കുന്നുമില്ല, പുരുഷനെ കാണുന്നുമില്ല, പുരുഷനെ അനുസരിക്കുന്നുമില്ല. ആദ്യത്തെ ഫെമിനിസ്റ്റ് അതാ രൂപപ്പെട്ടു, അതാണ് ലിലിത്ത് എന്നാണ്. ഇവരുടെ ദൈവം പോലും കഴിവില്ലാത്തവൻ എന്നാണ് എംപറർ കൂടാരക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ കഴിവില്ലാത്ത ദൈവം ഈ ഭൂമിയിൽ ഏതോ ഒരു പൊന്നാറയ്ക്കോ അല്ലെങ്കിൽ ജിഷയ്ക്കോ ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ അന്ധമായ വിശ്വാസത്തിൻ്റെ കെൽപ്പ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം പറയുമ്പോഴും ഇവരെയൊക്കെ സൃഷ്ടിച്ചത് നമ്മുടെ കത്തോലിക്ക മരിയോളജി തന്നെയാണ് എന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല. കാരണം നമ്മൾ ഇന്നലെ കണ്ടു ജ്ഞാനത്തിൻ്റെ ഉറവിടം. അപ്പോൾ ഇവർ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തെ കുറിച്ച് മാതാവാക്കുന്നു, അല്ലെങ്കിൽ ജ്ഞാനത്തെ മാതാവാക്കുന്നു. അവൾ എന്ന് കാണുന്നത് എല്ലാം മാതാവാക്കി മാറ്റും. നമ്മൾ ലുത്തിനിയയിൽ നമ്മൾ എല്ലാ കത്തോലിക്കരും ചെല്ലുന്നുണ്ട്, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ. അപ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം മാതാവാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പം ആ ജ്ഞാനം മാതാവാണെന്നും ആ വിസ്ഡം അല്ലെങ്കിൽ ആ മാതാവ് സ്വർഗത്തിൽ മുന്നേ ഉണ്ട് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒതുക്കത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും പഠിപ്പിക്കുന്നത് അവർ പരസ്യമായിട്ട് പഠിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി നമ്മൾ പറയുന്നുണ്ട് സ്വർഗത്തിൻ്റെ വാതില്, യേശു പറഞ്ഞു ഞാനാണ് സ്വർഗത്തിൻ്റെ വാതില്. എന്നാൽ ഉത്തിനിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്വർഗത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അങ്ങനെ ഉഷകാല നക്ഷത്രമേ. ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സകല വാക്യങ്ങളും നമ്മൾ കൊണ്ടുവന്ന് മാതാവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാതാവ് യേശുവിന് തുല്യമാണെന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ സംഭവം
യേശുവിനെയും മാതാവിനെയും സൃഷ്ടിച്ച രണ്ട് മഹാദീപങ്ങൾ എന്ന് അവർ പരസ്യമായിട്ട് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ ഓടിക്കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ലുത്തിനിയെ ചെല്ലുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കുക, അതിൻ്റെ പുറകിൽ ഇങ്ങനൊരു പൈശാചികതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ആരാണ് എംപററിനെ സൃഷ്ടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളത് കൂടെ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ രണ്ടാമത് യേശു ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നില്ല രണ്ടാം അധ്യായത്തിലെ. ഞാൻ ചോദിക്കട്ടെ, ഈ ലില്ലിത്തിന് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ എല്ലാ കഴിവുകളും ഈ പറയുന്ന ആദത്തിനും ഈ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ചേർന്ന ഇണയെ നൽകും. അപ്പൊ ഇവിടെ ലില്ലിത്ത് ഓടിപ്പോയ കഥയൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഇല്ല, അവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ ഇതിനകത്ത് അതായത് ഒന്നാം അധ്യായത്തിൽ നിങ്ങളൊരു സ്ത്രീയും പുരുഷനെയും കണ്ടു. മാത്രമല്ല ഇവിടെ ഇപ്പൊ 2-3 പ്രശ്നങ്ങൾ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഇപ്പൊ 19 മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഈ 19 മിനിറ്റ് സംസാരിച്ചതില് ഒന്ന്, ദൈവപിതാവ് നമ്മെ പോലെ ഒരു സാധാ മനുഷ്യനായി മാറി, ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, യേശു സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അത് കൃത്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പിതാവായ ദൈവം സൃഷ്ടാവാണ്, സകലത്തിന്റെയും സൃഷ്ടാവാണ്. അതാ ഞാൻ ചോദിച്ചത്. പിതാവായ ദൈവം സൃഷ്ടാവാണ്, പുത്രനായ ദൈവം ക്രിസ്തു സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്ന് ചോദിച്ചതിന് എനിക്ക് കൃത്യമായിട്ട് സൃഷ്ടാവാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത് മാതാവിനെയും യേശുവിനെയും സൃഷ്ടിച്ചു എന്നാണ് ബ്രദർ പറഞ്ഞത്. അപ്പൊ അതാണെങ്കിൽ അപ്പൊ അത് സൃഷ്ടിയാണ്. ഈ സൃഷ്ടി എന്ന് പറയുന്നത്, സൃഷ്ടാവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം പറയുക. ഇവിടെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം ഭൂമിയിൽ നടത്തിയതിനെയാണ് സൃഷ്ടി എന്ന് പറയുക. അല്ലെ, ഭൂമിയിലും സൃഷ്ടിയിലും എനിക്ക് യേശുവിന്റെ കാര്യത്തിൽ പറഞ്ഞ യേശു സൃഷ്ടിയാണ്. ഈ സൃഷ്ടി നടത്തിയിരിക്കുന്നത് സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ വെച്ചാണ്. അതായത് മാതാവിനെയും യേശുവിനെയും സൃഷ്ടിച്ചത് സ്വർഗത്തിൽ വെച്ചാണ്, സ്വർഗത്തിലാണ്. അപ്പൊ ദൈവം ഏകനാണെന്ന് പറയുന്നതോ? അത് വെറുതെ പറയുന്നതോ? ദൈവം പിതാവായ ദൈവം ഏകനാണ്. അപ്പൊ പുത്രനായ ദൈവം അതിനകത്തുള്ളതല്ല. പുത്രൻ, ഞാൻ പറഞ്ഞില്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അപ്പം ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പം ഈ 3 പേർക്ക് നാമമില്ലേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ലല്ലോ പറഞ്ഞ, നാമത്തിൽ എന്നല്ലേ പറഞ്ഞ. നാമത്തിൽ. നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിച്ചത് ചേട്ടന്റെയും ചേട്ടന്റെ മകന്റെയും അല്ലെങ്കിൽ മകളുടെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ പറയില്ല, അത് നാമങ്ങളിൽ എന്ന് പറയണം. കാരണം രണ്ട് നാമമാണെന്നുണ്ടെങ്കിൽ നാമങ്ങളിൽ എന്ന് പറയണം. അതാണ് കറക്റ്റ് മലയാള വ്യാകരണം. നാമങ്ങളിൽ പേരല്ലേ? നാമം എന്ന് പറഞ്ഞാൽ പേരാണ്. നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ നാമമുള്ളൂ, അവിടെ പല നാമമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവര് 3 പേരും ഒന്നാണെങ്കിൽ പിന്നെ പിതാവിന്റെ നാമത്തിൽ എന്നങ്ങ് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ നമ്മൾ മെൽക്കിസേദെക്ക് എന്ന് വിളിക്കുകയും പിതാവിനെ വേറൊരു നാമത്തിൽ വിളിക്കുകയും പുത്രനെ വേറൊരു നാമത്തിൽ വിളിക്കുകയും ചെയ്യാൻ നാമങ്ങളിൽ എന്നല്ല പറഞ്ഞത്, നാമത്തിൽ എന്നാണ് പറഞ്ഞതെന്ന്. അതെ, ഞാൻ നാമത്തിൽ നിന്നാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, 3 പേർക്ക് 3 പേരുണ്ട്, 3 വ്യക്തിത്വങ്ങളുണ്ട്, 3 ശരീരങ്ങളുണ്ട്. എനിക്കിത് പറഞ്ഞു തരൂ. നിങ്ങളിപ്പോ നാമങ്ങളിൽ എന്നല്ലല്ലോ നാമത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല, അതവിടെ നിൽക്കട്ടെ. എനിക്കിത് അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവര് ഏകനാണോ? 3 വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷെ ഏകനാണോ? ഏകനാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളാണോന്നാ? പിതാവ് മാത്രമാണോ ഏകൻ? ദൈവം ഏകനാകുന്നു എന്ന് പറയുന്നത് പിതാവിനെ കുറിച്ച് മാത്രമാണോ? പിതാവാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവായിട്ടുള്ള സത്യദൈവം, ഏകദൈവം എന്ന് പറയുന്നത്. അപ്പൊ പുത്രനും പരിശുദ്ധാത്മാവൊക്കെ സെപ്പറേറ്റ് ആണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിന്റെ മാംസരക്തങ്ങൾ തന്നെയാണ്. സാക്ഷികൾ പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കുറച്ചുകൂടി താഴെ കിടക്കുന്നത്, അപ്പൊ അതിനേക്കാളും താഴെ കിടക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അല്ല, അതിലേക്ക് പോട്ടെ, അതിലേക്ക് പോകല്ലേ. എനിക്കിപ്പോ നമ്മളൊരു പറഞ്ഞു തുടങ്ങിയതിൽ ഉള്ളതിൽ ഒന്ന് തീർത്തിട്ട് എനിക്ക് ഇതിലേക്ക് പോകാം. കാരണം ബ്രദർ ഇപ്പൊ ഒത്തിരി ആശയം വന്ന് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും. അപ്പൊ ഈ മാതാവും യേശുവും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം ഏകനാണെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. മാതാവും യേശുവും പരിശുദ്ധാത്മാവും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവും അതെ, പരിശുദ്ധാത്മാവും പിതാവിൽ നിന്നുള്ളതാണ്. അപ്പൊ ട്രിനിറ്റി എന്ന് പറയുന്ന അത് വിശ്വസിക്കുന്നുണ്ടോ? ട്രിനിറ്റി എന്ന് പറയുന്നതിന്റെ ആശയം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇവര് 3 പേരും ഒന്നാണെന്നാണോ അതോ വേറെ സെപ്പറേറ്റ് ആണെന്നാണോ അതോ
ഇതും എനിക്ക് ട്രിനിറ്റി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒത്തിരി സമയമുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ കത്തോലിക്ക സഭ പറയുന്നത് ട്രിനിറ്റി. ബ്രദർ കത്തോലിക്കനായിരുന്നല്ലോ അല്ലെ? എക്സ് കത്തോലിക്കനല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചേട്ടനും ചേട്ടന്റെ ഭാര്യയും ഉണ്ടെങ്കിൽ ചേട്ടന്റെ ഭാര്യയും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് ദൈവം പറയുന്ന പ്രകാരം, ഈ ട്രിനിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഈ ഭാര്യയും ഭർത്താവിനെയും ഒന്നാക്കുന്നത്. നിങ്ങൾ ഈ രണ്ടല്ല ഒന്നാണെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ബ്രദറിന് അറിയാലോ? കത്തോലിക്ക സഭയിലെ അതേ കാഴ്ചപ്പാട് തന്നെയാണ് ഈ ട്രിനിറ്റി എന്ന് വെച്ചാൽ. അല്ല, ഇപ്പൊ മൊത്തം 4 ആളായല്ലോ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ്, 4 പേരായല്ലോ. പരിശുദ്ധ അമ്മ. ഫോറിനിറ്റി ആണോ? അത് ട്രിനിറ്റി ആണോ? ഇത് 4 ദൈവങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. 4 പേരും ദൈവമാണ്. അപ്പൊ ഫോറിനിറ്റി 4 ആയിട്ട് കൂട്ടിക്കോ. ഓക്കെ. അപ്പൊ ട്രിനിറ്റി എന്ന് നമ്മൾ പിന്നെ പറയണ്ട. ഓക്കെ, അത് അപ്പൊ ഇവർക്ക് തെറ്റുപറ്റിപ്പോയതായിരിക്കും അല്ലെ? നമ്മൾ 3-ാം നൂറ്റാണ്ടിലെ ഈ പിതാക്കന്മാർക്കൊക്കെ കൺഫ്യൂഷൻ ആയതാണ് ആ കാര്യം. ഈ ട്രിനിറ്റി ഒക്കെ പഠിപ്പിച്ചവർക്കുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഒറ്റ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഇതിനകത്ത്. ഇനി ട്രിനിറ്റി അല്ലാന്ന് പറയണമെങ്കിൽ ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധ അമ്മയെ ദൈവം എന്ന് വിളിക്കാൻ പറ്റില്ലേ? പരിശുദ്ധ അമ്മയിലല്ലേ ഈ വചനം അത് വിളിക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ദൈവം ദൈവവചനം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം എന്ന് വിളിക്കുന്നത് നമ്മൾ 4 പേരെയാണ് അല്ലെ ബ്രദർ? നിങ്ങൾ ദൈവം എന്ന് വിശ്വസിക്കുന്നത് 4 പേരെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ്. 4 പേരാണ്. ട്രിനിറ്റി എന്നല്ല, ഫോറിനിറ്റി ആണ്. ദൈവവചനത്തിൽ അതിന് തെളിവുകളും ഉണ്ട്. ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് ദൈവവചനത്തിലുണ്ടെന്ന്. എനിക്കിതൊരു തെളിവ് തന്നിട്ടില്ല. ഇപ്പൊ അല്ല, അതിനൊക്കെ കൃത്യമായി ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവസാന തലമുറയിൽ എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഭാഗ്യവതി എന്ന് പറഞ്ഞ ദൈവം എന്നാണോ? പ്രകീർത്തിക്കാന്ന് പറഞ്ഞ എന്താ എനിക്കറിയില്ല. ബ്രദർ പറഞ്ഞു. പ്രകീർത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുകഴ്ത്തുക അല്ലെങ്കിൽ ആഴ്ത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഭാഗ്യവതി എന്ന് ഇപ്പൊ എല്ലാവരും പറയുന്ന പല ആളുകളെ കുറിച്ചും ഭാഗ്യവതി എന്ന് പറയുന്നുണ്ടല്ലോ. ആരെ പറ്റി പറയുന്നത്? അനുവാദം കൊടുത്ത മനുഷ്യര് പറയുന്നുണ്ടാവും, പക്ഷെ ദൈവം മറ്റാർക്കും അങ്ങനെ ഒരു വിശേഷം കൊടുത്തിട്ടില്ല. ഭാഗ്യവതി എന്ന് പറഞ്ഞ ദൈവം ഭാഗ്യവതി എന്ന് പറഞ്ഞ ദൈവം എന്നാണ് അർത്ഥം. ഭാഗ്യവതി എന്നല്ല, ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക അല്ല പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഭാഗ്യവതി എന്ന് ആരെങ്കിലും പ്രകീർത്തിച്ചാൽ അത് ദൈവം എന്നാണ് അർത്ഥം. ദൈവത്തിനാണല്ലോ പുകഴ്ത്താൻ ദൈവം അനുവാദം കൊടുത്തിട്ടുള്ളൂ. വേറെ ആരെയും പുകഴ്ത്താൻ ദൈവം അനുവാദം കൊടുത്തിട്ടുള്ളൂ? ഭാഗ്യവതി എന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ അത് ദൈവമാണ്. ദൈവം പുകഴ്ത്താൻ ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് അനുവാദം കൊടുക്കും. അതൊക്കെ നിങ്ങളുടെ ആശയങ്ങളാണ് ബ്രദറെ. അതായത് ബൈബിളിൽ അങ്ങനെ ഇല്ല. ബൈബിളിലുള്ളത് ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചാൽ അത് ദൈവമാണെന്നുള്ളത് ബ്രദറിന്റെ വ്യാഖ്യാനമാണ്. ഓക്കെ, അതാ വ്യാഖ്യാന ഫാക്ടറി ആയിട്ടാണ് നമുക്ക് അതിനെ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ അതാ ചോദിച്ചത്, ബൈബിളിൽ എന്ത് തെളിവാണോ ഉള്ളത് ഉപയോഗിക്കുമ്പോൾ ബ്രദർ വ്യാഖ്യാനിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിനൊരു വാല്യൂ ഇല്ലാത്ത വ്യാഖ്യാനമാണ്. മാത്രമല്ല ഇപ്പോൾ ട്രിനിറ്റി അല്ല നിങ്ങൾ വിശ്വസിക്കുന്ന, 4 ദൈവങ്ങളിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ലിലിത്തിന്റെ പറഞ്ഞ കാര്യത്തിൽ എനിക്കിപ്പോഴും തെളിവ് കിട്ടിയിട്ടില്ല. ഇനിയും ദൈവവചനത്തിലുണ്ട്. ദൈവത്തിന്റെ ആദ്യ ജാതരെല്ലാം പരിശുദ്ധർ എന്ന് വിളിച്ചത്. അത്രയൊക്കെ പോവല്ലേ ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നിടത്തൊന്ന് തീർക്ക്. ബ്രദർ ഇങ്ങനെ 150 ആശയം പറഞ്ഞ് നമ്മൾ എങ്ങനെ ഞാൻ പറഞ്ഞത് ബ്രദർ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞ ഇത്ര നേരം പറഞ്ഞതിൽ തന്നെ ഒരുപാട് ദൈവവിരുദ്ധമായ വചനവിരുദ്ധമായ കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ലിലിത്തിന്റെ കേസ് തുടങ്ങി, ദൈവത്തിന്റെ കേസിൽ തുടങ്ങി, മാതാവ് സൃഷ്ടാവ്. അപ്പൊ മാതാവ് സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? ഞാൻ പറഞ്ഞില്ല, യേശുക്രിസ്തു എല്ലാം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞ. ദൈവത്തിൽ നിന്നാണ് ഈ. അപ്പൊ യേശുവും മാതാവും തുല്യ പങ്കാളിത്തമാണ് അല്ലേ? ഇങ്ങനൊരു തുല്യ പങ്കാളിത്തം അപ്പസ്തോലന്മാർ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ അവസാന തലമുറയിൽ എല്ലാവരും പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് പ്രവൃത്തിപ്പെടുന്നതിന് മുമ്പേ പരിശുദ്ധ അമ്മയെ എല്ലാവരും ഭാഗ്യവതിയാക്കി കാണൂലേ? കാരണം ഇത് അവസാന തലമുറയിലാണ് പരിശുദ്ധ അമ്മയെ വെളിപ്പെടുത്തുന്നത്. ഇത് ബൈബിളിലെ വെളിപ്പാടല്ല, അത് നിങ്ങൾക്ക് കിട്ടുന്ന എഴുതി വെച്ചിരിക്കുന്നത്. ലൂക്കായുടെ തലമുറയിൽ വെളിപ്പെടുത്തുന്നത്. അതെ, പരിശുദ്ധ അമ്മയെ കുറിച്ച് ആദ്യത്തെ മനുഷ്യനും അമ്മയുടെ ആഴം അറിഞ്ഞിട്ടില്ല, അവസാനത്തെ മനുഷ്യനും അമ്മയുടെ ആഴം അളക്കുകയില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവസാനത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വാക്യം? ഏത് അധ്യായം? ഏത് ബുക്ക്?
ഓക്കെ ബ്രദർ, എന്തായാലും ഇനി എന്നെ വിളിക്കുമ്പോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വിളിക്കണേ. ഞാനിപ്പം ഇത് പറയാനല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് കണ്ടപ്പോ ഞാനത് അന്നേരം ഞാൻ വിളിക്കാം. ഞാൻ ഈ മൊബൈലിൽ ഞാനിപ്പോ നോക്കിയപ്പോഴാണ് ഈ ഇത് കണ്ടത്. ബ്രദർ ഇനി വിളിക്കുമ്പോ എന്നെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിന് സംസാരിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഒരു ഡൗട്ടാണ് ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലോ, ഇപ്പൊ ഇത്ര സംഭവങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞു വെച്ചതിനകത്ത് മാതാവ് ഇപ്പൊ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്നുള്ള എനിക്ക് ക്ലിയർ ചെയ്ത് തന്നില്ല. സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? ഇപ്പൊ യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവം പറയുന്നു, യേശു ക്രിസ്തു എന്റെ പുത്രനെ അയച്ചു എന്നാ പറഞ്ഞത് അല്ലെ? പിതാവ് വന്നു എന്നല്ലല്ലോ പറഞ്ഞ, പുത്രൻ വന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാരും പറയുന്നു പിതാവ് തന്നെയാണ് പുത്രൻ എന്ന് പറയുന്നു. ഇപ്പൊ ദൈവം തന്നെ പറയുന്നു ഞാൻ പുത്രനെയാണ് ഈ ലോകത്തിലേക്ക് അയച്ചത് അല്ലെ? അപ്പം ചേട്ടന്റെ മകനെ ഇങ്ങോട്ട് അയച്ചു വെച്ച് ചേട്ടൻ പറയുവാണേ ചേട്ടൻ വന്നു എന്ന് പറയോ? ഓക്കെ, ഇതൊക്കെ നമുക്ക് തെളിയിക്കാൻ പഠിക്കും വചനം വെച്ചിട്ട്. എന്താണ് വന്നതെന്നും എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്ന് പറയാമോ? അതായത് മാതാവ് സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്നാ? ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു പിതാവിനോട് സമനാണോ? പിതാവിനോട് സമനായിട്ട് പിതാവ് മാത്രമേ ഉള്ളൂ. പുത്രനോട് സമനാണോ? പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഒക്കെ സമനായിട്ട് തന്നെ വരും. ഇദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ, മാതാവിനെ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടും, അവസാന കാലത്ത് ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് മാതാവ് ദൈവമാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇദ്ദേഹം പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അതിപ്പോഴാണ് സംഭവിക്കുന്നത്. എന്നാൽ വചനം പറയുന്നു ഇപ്പോൾ മുതൽ. എപ്പോൾ മുതൽ? മാതാവ് ജീവിച്ചിരിക്കുന്ന കാലം മുതൽ, ആ സമയം മുതൽ ജനങ്ങൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തുകൊണ്ടാ? ഇത്രയും നല്ലൊരു മകനെ, രക്ഷകനായ യേശുവിനെ, സകല ജനത്തിന്റെയും പാപങ്ങൾ നീക്കുവാനുള്ള യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കാൻ, വചനത്തെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ. അതുകൊണ്ടാണ് ലോകം മുഴുവൻ മാതാവിനെ ബഹുമാനിക്കുന്നത്. ബഹുമാനിക്കാൻ ഏറ്റവും ശ്രേഷ്ഠയായ ഒരു മനുഷ്യ സ്ത്രീ എന്ന രീതിയിൽ ഏറ്റവും ഭാഗ്യം ലഭിച്ചവൾ എന്ന തരത്തിൽ അവളെ ഭാഗ്യവതി എന്ന് തന്നെ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ അവർ പറയാ, ആരും പ്രകീർത്തിച്ചിട്ടില്ല, ഞാൻ തന്നെ മാതാവിനെ എന്ത് ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല. നമ്മൾ ഒരു കാര്യത്തെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? ശ്രേഷ്ഠമായ സ്ഥാനം കൊടുക്കുമ്പോഴാണ് ബഹുമാനിക്കുക. ഇല്ലാത്ത സ്ഥാനം, ദൈവത്തിന്റെ സ്ഥാനം മാതാവിന് കൊടുക്കുന്നത് ബഹുമാനമാണോ? അല്ല, അത് അപമാനമാണ്. അത് ആ വ്യക്തിയെ അപമാനിക്കുക. ഇപ്പോൾ ഒരു സാധാരണ നമ്മുടെ മുമ്പിൽ ഒരു 5-ാം ക്ലാസ്സും ഗുസ്തിയുമുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണുക. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ സാറേ പറയൂ, ഓ പ്രൊഫസറെ എന്തുണ്ട് വിശേഷം, ഓ നിങ്ങൾ വലിയ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവും ഇയാൾ അദ്ദേഹത്തെ കളിയാക്കുക. കാരണം എന്താ? 5-ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ളൂ, ആ വിദ്യാഭ്യാസ കുറവിന് എന്ത് ചെയ്യുക, കളിയാക്കുക. അപ്പം നമ്മൾ മാതാവിനെ സ്വർഗത്തിൻ്റെ രാജ്ഞി എന്നും ദൂതന്മാരുടെ രാജ്ഞി എന്നും സകലത്തിൻ്റെയും രാജ്ഞി എന്നും സ്വർഗത്തിൻ്റെ വാതിലെന്നും ഉഷകാല നക്ഷത്രമെന്നും ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ അപമാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൾക്കുള്ള ആ ബഹുമാനം കൊടുക്കുക എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് പറയാം, സകല ജനപദവും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇനി അത് സംഭവിച്ചോ? പരസ്യ ജീവിതകാലത്ത് യേശുവും മാതാവും ഒക്കെ ഈ ഭൂമിയിൽ പരസ്യമായി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ 2000 വർഷം മുമ്പ് സംഭവിച്ചു. അതാണ് ലൂക്കാസ് സുവിശേഷം അതിന്റെ 11-ാം അധ്യായം 27-ാം വാക്യം. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. മാതാവിനെ കുറിച്ച് ഭാഗ്യമുള്ളവൾ എന്ന് ജനം തന്നെ വിളിച്ചു പറയുക. പരസ്യ ജീവിതകാലത്ത് യേശു കേൾക്കെ വിളിച്ചു പറയുക, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. മാതാവ് എന്താണോ പറഞ്ഞത് അത് തന്നെ ജനം വിളിച്ചു പറഞ്ഞു, നീ അവൾ എത്ര ഭാഗ്യമുള്ളവൾ എന്ന് പറഞ്ഞു. കാരണം യേശുവിൻ്റെ ജ്ഞാനം കേട്ടിട്ട്, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ജനം വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇത് തിരിച്ച് യേശു ഒരു മറുപടി പറഞ്ഞു. എന്താ മറുപടി? അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. അപ്പം മാതാവ് പറഞ്ഞു, എന്നെ ജനങ്ങൾ മുഴുവൻ ഭാഗ്യവതി എന്ന് വിളിക്കും. അത് മാതാവിൻ്റെ വാക്കായിട്ട് നമുക്ക് പരിഗണിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു തന്നെ പറഞ്ഞു നമ്മൾ വിശ്വസിക്കുകയാണ്. മാതാവ് അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ മാതാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നിറവേറിയോ? തീർച്ചയായിട്ടും നിറവേറി. എന്നാൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് യേശു പറയൂ. യേശു ദൈവമാ, ദൈവത്തിൻ്റെ വാക്ക് പറയുകയാണ്, എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവൻ.
അപ്പോൾ നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാ. നമ്മളെല്ലാം, ലോകത്തുള്ള സകല മനുഷ്യരും അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭാഗ്യമുള്ളവരാണ്. മാതാവ് ഭാഗ്യവതി എന്ന് ലോകം പ്രകീർത്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് പാലിക്കുന്നവർ നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണെന്ന് യേശു പറഞ്ഞു. അപ്പം മാതാവ് നമ്മളൊക്കെ ഭാഗ്യവാനും ഭാഗ്യവതികളുമാണെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുക. അപ്പോഴാണ് ഈ ചേട്ടൻ പറയുന്നത് അല്ല, അങ്ങനെ ഭാഗ്യവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ്, അവൾ അമലോത്ഭവയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്താ ചെയ്യുക, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യാഖ്യാന ഫാക്ടറികളൊക്കെ ആയിട്ട് നമ്മൾ വയ്ക്കുക. വീണ്ടും അദ്ദേഹം പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ട്രിനിറ്റി. അദ്ദേഹം വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ട്രിനിറ്റി അല്ല, ഫോറിനിറ്റിയാണ് അവർ മനസ്സിലാക്കുന്നത്. അവിടെ മാതാവും പരിശുദ്ധാത്മാവും യേശുവും തുല്യ പങ്കാളിത്തമാണ്, അല്ലെങ്കിൽ തുല്യരാണ്. ഏകത്വം എന്ന് പറയുന്നത് പിതാവിന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല നമുക്ക് നമ്മുടെ ചായയിൽ എന്നൊക്കെ പറയുന്നത് അത് മാതാവും പിതാവായ ദൈവവുമാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ദൈവം ഏകനാണ് എന്ന് പറയുന്നത് എന്താണ് എന്നുകൂടെ നമ്മൾ പരിശോധിച്ച് അവസാനിപ്പിക്കുക. ഹെബ്രായ ബൈബിളിൽ, ഹെബ്രായ ഭാഷയിൽ യഥാർത്ഥത്തിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് യാക്കീദ് എന്ന വാക്കാണ്. യാക്കീദ്. ഒരിക്കലും ദൈവം ഏകനാണെന്ന് പറയാൻ യാക്കീദ് എന്ന വാക്ക് ഒരു സ്ഥലത്തും ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒന്ന് എന്ന് കാണുന്ന യാക്കീദ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലായിടത്തും യഖാദ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഖാദ്. അവിടെയെല്ലാം ഹെബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഖാദ് എന്ന വാക്കാണ്. ഈ യഖാദ് എന്ന വാക്ക് തന്നെയാണ് ദൈവം പുരുഷനും സ്ത്രീയും ഇനി അവർ രണ്ടല്ല ഒന്നാണ് എന്ന് കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും എന്ന് പറയാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ യഖാദ് എന്ന വാക്കാണ്. അതായത് പുരുഷനും സ്ത്രീയും രണ്ടായിട്ട് നിൽക്കുന്നു, എന്നാൽ അവർ ഒന്നാണ്, ഒറ്റ ശരീരമാണ് എന്ന് പറയാൻ ഉപയോഗിച്ചത് ബഹുത്വമുള്ള ഏകത്വമായി പുരുഷനും സ്ത്രീയും അവിടെ നിൽക്കുമ്പോൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യഖാദ് എന്ന വാക്കാണ്. ഇത് തന്നെയാണ് നിയമാവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 4-ാം വാക്യം, ഇസ്രായേലേ കേൾക്കുക, ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവ്, ഏകൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ വാക്ക് തന്നെയാണ്. ഹീബ്രു ബൈബിളിൽ നിയമാവർത്തനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത് യാഹ്വേ ഇസ്രായേലു ക്ഷമ യഖാദ് യാഹ്വേ എലോഹിനു. നമ്മുടെ ദൈവമായ കർത്താവ്, ഇസ്രായേലെ കേൾക്കുക, ഏകൻ എന്ന് ഉപയോഗിക്കാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യഖാദ് എന്ന വാക്കാണ്. അതായത് പുരുഷനും സ്ത്രീയും നിങ്ങൾ ഒന്നാണ് എന്ന് പറയാൻ, എന്നാൽ അവർ രണ്ടായി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒന്നാണെന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കാണ്. എന്നാൽ യാക്കീദ് എന്ന വാക്ക് ദൈവം ഏകൻ എന്ന് പറയാൻ യാതൊരു സ്ഥലത്തും ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. മാത്രമല്ല ദൈവം തന്നെ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ന്റെ-22-ാം വാക്യം, അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു, ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നും പറിച്ചുകൂടാ. അപ്പോൾ അവിടെ നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർ വ്യാഖ്യാനിക്കുന്നത് നമ്മിൽ എന്നുള്ളത് അവിടെ മാതാവും ദൈവവും പിതാവും ഒക്കെയാണ്. സ്ത്രീ പുരുഷ ബന്ധമൊക്കെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന നമ്മിൽ എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ട്രിനിറ്റിയുടെ റിപ്പിറ്റേഷനാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മിൽ ഒരുവൻ എന്ന് ഉപയോഗിക്കാൻ അവിടെ ദൈവം തന്നെ ഉപയോഗിച്ചിരിക്കുന്നതും ബഹുത്വമുള്ള ഏകത്വം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ബൈബിൾ ഉടനീളം പഴയ നിയമ പുസ്തകങ്ങളാകട്ടെ പുതിയ നിയമമാകട്ടെ എല്ലാ വാക്കുകളിലും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണാൻ സാധിക്കും. യെശയ്യാപ്രവചനത്തിലൊക്കെ അത് വ്യക്തമായിട്ട് നമുക്ക് വചനമുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകും ലിലിത്തിന്റെ പിന്നാലെ പോകുന്ന വെറും ഒരു മിത്തോളജിക്കൽ കൾട്ട് മാത്രമാണ് എംപറർ കൂടാരമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കത്തോലിക്കൻ, ഏറ്റവും കൂടുതൽ കത്തോലിക്കരാണ് അവരുടെ കെണിയിൽ ചെന്ന് പെടുന്നത് എന്നുള്ളത് കൊണ്ട്, മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് ഏതെങ്കിലും ഒരു കത്തോലിക്കൻ ഇത്തരം കെണികളിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ഇവർ വിശ്വസിക്കുന്നത് വെറും മിത്തോളജിയാണ്, ഇവർ വിശ്വസിക്കുന്നത് അന്ധതയാണ്, വെറും കൾട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. സത്യം തിരിച്ചറിയാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.